ഈ ഒരു സാധനം വെച്ചിട്ട് കടയിൽ നിന്നൊക്കെ വന്ന് അതേ ലുക്കിലൊരു ഹോൾഡർ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ചെയ്തെടുക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു പേപ്പർ ക്യാൻ വേണം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കാർഡ്ബോർഡ് റോൾ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാനിന് ഇതുപോലെ പ്ലാസ്റ്റിക് ലെയർ ഉണ്ടായിരുന്നു, അതിനായി ഇതുപോലെ ആട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഇതുപോലത്തെ ഒരു കൊറിഗേറ്റഡ് ഷീറ്റാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അതിൻ്റെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെയാണ് കിട്ടുന്നത്. ഇനി ആ ക്യാനിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യണത്. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. പുതിയ ഫെവിക്കോൾ വാങ്ങിയതിൻ്റെ ആവശ്യത്തിൽ അതിൻ്റെ ലിഡ് ഞാൻ വലിച്ചെടുത്തിട്ടായിരുന്നു. വലിച്ചെടുത്തപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അത് അങ്ങനെ അല്ലായിരുന്നു. ആവേശം മൊത്തം കമത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം ഒരു യുദ്ധക്കളായിരുന്നു. പിന്നെ അതൊക്കെ തുടച്ചെടുത്ത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പെയിന്റ് അടിക്കണം. പെയിന്റ് അടിക്കാനായിട്ട് ചോക്ക് പെയിന്റ് ആണ് ഉണ്ടാക്കിയത്. സാധാ പെയിന്റ് അടിച്ചാൽ ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല, അതുകൊണ്ട് ചോക്ക് പെയിന്റ് ഉണ്ടാക്കിയത്. ചോക്ക് പെയിന്റ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അതിന് അക്രലിക് പെയിന്റ് എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് ഗ്ലൂ ഒഴിക്കുക. അപ്പോൾ ഇതതിൻ്റെ ഒരു പഴയ ഒരു ഗ്ലൂ ഉണ്ടായതായിരുന്നു, അതിൻ്റെ ആത്മാവ് മൊത്തം ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പൗഡർ വേണം, പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചോക്ക് പെയിന്റ് റെഡിയായി. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇതിനകത്തേക്ക് പെയിന്റ് അടിച്ചെടുക്കുക. അപ്പോൾ പെയിന്റ് ഉണ്ടാക്കിയത് കൂടുതലായതുകൊണ്ട് ഞാൻ 3 കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ അതേ ലുക്കിൽ തന്നെ കിട്ടിയേക്കുന്നത്. ഇനി കടയിൽ നിന്നൊക്കെ വാങ്ങി പൈസ കളയണ്ട കേട്ടോ. അപ്പോൾ അതിനെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡെസ്കിലൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെൻ ഹോൾഡർ ആയിട്ട് ഇത് യൂസ് ആക്കാം കേട്ടോ. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.